ഈ മാതാപിതാക്കളൊക്കെ ഇതൊക്കെ എന്തോ എങ്ങനെ ഇത് സഹിക്കുമെന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ നമുക്കിന്ന് എന്തിന് സ്കൂളുകളിൽ പോലും വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. കേരളം. നമസ്കാരം. പ്രാകൃതം, പൈശാചികം, മൃഗീയം, ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് കോമഡിക്കാർ പണ്ട് AK ആൻ്റണി സാറിനെ ഇങ്ങനെ അനുകരിക്കുമ്പോൾ പറയുന്ന പൈശാചികം എന്നൊക്കെ പറഞ്ഞ വാക്കുകളാണ്. പക്ഷേ ഇതിപ്പോൾ അർത്ഥവത്തായി വന്നിരിക്കുന്നു. ഈ 2025 കൊല്ലും കൊലയും ക്രൂരതകളുടെയും വർഷമായി മാറുകയാണ്. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന ക്രൂരമായ പീഡനം നമ്മുടെ കുട്ടികളെ നമുക്ക് മറ്റ് സംസ്ഥാനത്തേക്ക് വിടുന്നത് ഭയങ്കരമായ പേടിയിലേക്ക് പോയേക്കാണ്. കാര്യം ലഹരിയുടെ ബാംഗ്ലൂരാണ് നമ്മുടെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ, ഈ പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ ലഹരിയുടെ ഉപയോഗം ഇന്ന് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരേ രീതിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഈ ലഹരി തന്നെ കേരളത്തിലും പടർന്നു പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പോലും ഇതിൻ്റെ ഒരു പോരാട്ടം നടന്നിരുന്നു. പക്ഷേ ലഹരി ഒഴുകുകയാണ്. ഈ ലഹരിയുടെ പേരിൽ നടക്കുന്ന ക്രൂരതകളാണ് ഇന്ന് കേരളം അങ്ങോളം ഇങ്ങോളം കാണുന്നത്. പ്രാകൃതം, പൈശാചികം, മൃഗീയം. കഴിഞ്ഞ 3 മാസമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗിംഗ്. ഈ 5 പേരാണ് ഇവര് ഈ 3ാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ. രാഹുൽ രാജ്, ജീവ, സാമുവൽ, വിവേക്, റിജിൽ എല്ലാം ഈ എന്താ പറയുക 20 വയസ്സ് പോലും ആയിക്കാത്ത കുട്ടികളാണ്. ഈ റാഗിംഗ് എന്ന സമ്പ്രദായം നമുക്കറിയാം. 2024 ഒരു കൊച്ചനെ കൊലയ്ക്ക് കൊടുത്തതാണ്. അതിൻ്റെ ഞെട്ടലിൽ നമ്മൾ മാറിയിട്ടില്ല. ഈ 2025 ഇത് തുടരുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമം ഒരു കാര്യത്തിനെന്നല്ല, സർവ്വ നിയമവും പുതിയ ഭാരതീയ ന്യായ സംഹിതയൊക്കെ വന്നിട്ടുള്ള വകുപ്പുകളുണ്ടെങ്കിലും ഇതിനൊക്കെ ഈ തടയിടുന്ന ഒരു പരിപാടികളിലും ഈ കേരളത്തിലോ ഇന്ത്യയിലോ വന്നിട്ടില്ല എന്നുള്ള സത്യമാണ്. ഇതിനൊക്കെ ഉടനടിയുള്ള മരുന്ന് കൊടുക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ പല കുട്ടികളും ഇന്ന് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റ് മാത്രമായിട്ടാണ് പണ്ട് കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. കാര്യം പാട്ട് പാടിക്കുക, മുട്ട കുത്തി ഇരുത്തുക, ഒരു കാലം നിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ എന്താ പറയുക, കോമ്പസ് കൊണ്ട് ശരീരത്തിൽ മുറിവുണ്ടാക്കുമ്പോൾ തന്നെ വേദന, അതിൻ്റെ പുറത്ത് ലോഷൻ ഒഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. ഈ മാതാപിതാക്കളൊക്കെ ഇതൊക്കെ എന്തോ എങ്ങനെ ഇത് സഹിക്കുമെന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ നമുക്കിന്ന് എന്തിന് സ്കൂളുകളിൽ പോലും വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. മറ്റൊരു കാര്യം ഞാനിപ്പോൾ പറയാം. ആദ്യം ഇതിൻ്റെ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് ഒരു കോട്ടയം എന്ന് പറയുന്ന ഒരു അക്ഷരനഗരിയാണ്. മാധ്യമങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രമാണ് കോട്ടയം എന്ന് പറയുന്നത്. അവിടെ ഇത് നടന്നിട്ട് മാധ്യമങ്ങളോ എന്തിന്? അവിടുത്തെ കോളേജ് പ്രിൻസിപ്പള്, ഇത് ആൻറ്റി റാഗിങ് സെല്ലൊക്കെ അവിടെ ഉണ്ട്. ഇവർ പേടിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. എല്ലാ മാസവും രക്ഷകർത്താക്കൾ അവരുടെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി കടവും വാങ്ങിച്ചായിരിക്കും എത്രയോ കൂലിപ്പണിയെടുത്ത അവരുടെ രക്ഷിതാക്കളുടെ പണം ഇവിടെ എത്തുന്നത്. ഇവർക്ക് ലഹരി വാങ്ങിക്കുവാൻ, കള്ളു കുടിക്കുവാനാണ്. ശുദ്ധ പോക്കിർത്തരം കാണിക്കുന്ന ഈ പിള്ളേരെയൊക്കെ ഈ സമൂഹത്തിലേക്ക് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇനി ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അതിക്രമിച്ച് കയറിയാണ് അക്രമം നടത്തിയത്. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടത്തി കയ്യും കാലും കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. മുറിവിൽ നിന്നും ചോര വരുന്ന ഭാഗത്ത് ബോഡി ലോഷനും പുരട്ടി. പണ്ടൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇതുപോലെ അതിക്രൂര രാജൻ കൊലക്കേസൊക്കെ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഈ 2 കയ്യും കാലും കെട്ടിയിടുക എന്നൊക്കെ പറയും. ഈ കുട്ടികൾക്ക് ഇത് ഈ നൂറ്റാണ്ടിലല്ലേ? ഇവർ ഈ പഴയ നൂറ്റാണ്ടിലാണോ? ഇതൊക്കെ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ സ്റ്റോപ്പാകുന്ന ഈ സാഹചര്യത്തിൽ ഈ കുട്ടികൾ എന്തുകൊണ്ടിത് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ അവരുടെ വീട്ടുകാർക്ക് മറ്റു റാഗിങ്ങിന് ഈ ഉൾപ്പെട്ട കുട്ടികളല്ലാത്ത മറ്റ് രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ ഈ കോളേജിൽ നിന്നല്ല കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും വിടുവാൻ ഇന്ന് പേടിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ വായ്ക്കുള്ളിൽ ബോഡി ലോഷനും ഫേസ് ക്രീമും ഒഴിച്ചു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത്
അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വകാര്യ ഭാഗത്ത് ഡമ്പൽ എന്ന് പറയുമ്പോൾ എത്ര വെയിറ്റാണത്. ഇവർക്ക് ഈ ഡമ്പലൊക്കെ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇവരിപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴും ഭാവിയിൽ ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും എന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഇത് ഇവരുടെ ഈ ഒരു ഇതിൽ ഭാവിയിൽ ഇവർക്ക് പിന്നെ എന്ത് ഒരു വിവാഹ ജീവിതത്തിന് ശേഷം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ സ്വകാര്യ ഭാഗത്തൊക്കെ ഡമ്പലൊക്കെ കെട്ടി തൂക്കിയിടുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രതികരണശേഷി കേരള ജനതയ്ക്കും ഇവിടുത്തെ സമൂഹത്തിനൊക്കെ നഷ്ടപ്പെട്ട് നമ്മളിതുപോലുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ ഇതിനെതിരെ കടുത്ത നിയമം വേണം. കടുത്ത നിയമം, അത് ഭരണ രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമില്ലാതെ നിയമം കൊണ്ട് ഇതിനെ നേരിടണം. ഈ കോളേജിൽ ഇവരെ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇവർ കേസ് ഏതായാലും കടുത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പുതിയ ന്യായസംഹിതയിലെ വകുപ്പുകൾ ഇവർക്ക് ജാമ്യം കിട്ടുക എന്നുള്ളതല്ല, ഇവരുടെ പ്രായം വെച്ച് ചിലപ്പോൾ ഇവർ വീണ്ടും വെളിയിലിറങ്ങിയാൽ സമൂഹത്തിൽ ഇവർ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളതാണ് ഇനിയുള്ളത്. നിങ്ങളുടെ മകനൊന്നും പറഞ്ഞിരുന്നില്ലേ? ഫോൺ വിളിക്കില്ല? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഈ സംഭവം ഇന്നലെ അറിയുന്നത്. ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും. ഇതിനുശേഷം ഈ സംഭവം അറിഞ്ഞതിന് ശേഷം മകനോട് സംസാരിച്ചോ? അപ്പൊ എന്താണ് പറഞ്ഞത്? സംസാരിച്ചപ്പം പറഞ്ഞു പപ്പ വരണ്ട, അതിന്റെ വേണ്ട നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രിൻസിപ്പാളും അതിന്റെ വേണ്ട നടപടി എടുത്തിട്ടുണ്ട്. കുട്ടികളെ ഇന്നലെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ചെയ്തോളും, നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞു. ഒരു രക്ഷകർത്താവിൻ്റെ വാക്കുകളാണ്. അവർ പൈസ അയച്ചു കൊടുക്കുന്നു എല്ലാ മാസവും. ഇവര് ആഹാരം പോലും കൃത്യമായി കഴിക്കാതെയാണ് ഇവർക്ക് എല്ലാ ഞായറാഴ്ചയും അവിടെ ആ കോളേജിൽ ലഹരി ഉപയോഗം, മദ്യമുണ്ട്, മറ്റ് ലഹരികൾ കാണും. ഇതൊക്കെ ഉപയോഗിക്കുന്നു. അവിടെ ഒരു കോളേജ് പ്രിൻസിപ്പൾ ഒരു മാഡം ഇരിക്കുന്നു. ഇവരെന്തിനിരിക്കുന്നു? ഇവർ മരപ്പാവയായിട്ട് എന്തിനവിടെ കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കോളേജിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിവില്ലാത്ത അവരുടെ പേരിലും വേണം കേസെടുക്കാൻ. 3 മാസമായിട്ട് തുടരുന്ന ഈ ഒരു കാര്യം ഒരു പ്രിൻസിപ്പൾ അവിടെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം നടന്നൊരു സംഭവമാണെങ്കിലൊക്കെ യാദർച്ഛികമായി അവരറിഞ്ഞില്ല. ഒരു ദിവസമോ ഒരാഴ്ച, ഒരു മാസമോ അല്ല, കഴിഞ്ഞ 3 മാസങ്ങളായി തുടരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണം. നമ്മളിപ്പോൾ കോട്ടയത്തെ തന്നെ മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ നടന്ന സംഭവം, ഇത് ഒന്നുമില്ല, ഇച്ചിരിയുടെ പ്രായമുള്ള കുട്ടികളാണ്. ഇവർ കാണിച്ച ഈ തെമ്മാടിത്തരത്തിന് ഈ നമ്മൾ പറയേണ്ട വാക്കുകൾ നമ്മൾ അതിന് വിട്ടുപോകും. പക്ഷേ ഇത് കോളേജ് തലത്തിൽ, സ്കൂൾ തലത്തിൽ നടക്കുന്ന മറ്റൊരു കോപ്രായം, 9ാം ക്ലാസ്സുകാരനെ കൂട്ടുകാരും മർദ്ദിച്ചിട്ട് നഗ്ന ദൃശ്യങ്ങളുടെ അടുത്ത് പ്രചരിപ്പിച്ചു. ഇതും കോട്ടയം ജില്ലയിൽ തന്നെ നടന്നൊരു ന്യൂസാണ്. കോട്ടയം പാലായിൽ 9ാം ക്ലാസ്സുകാരനെ സഹപാഠികൾ ചേർന്ന് മർദ്ദിച്ച ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. കുട്ടിയുടെ അച്ഛന്റെ പരാതിയിൽ പാലാ പോലീസ് അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. എന്ത് ശിശു വികസന വകുപ്പാ? ശിശുക്കളെ പിന്നെ ഇവർക്കുള്ള ഒരു സ്കൂൾ തലത്തിൽ ഇങ്ങനെ കാണിക്കുന്ന പിള്ളേരൊക്കെ സമൂഹത്തിൽ നാളെ മുകളിലോട്ട് ഇവർ എങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കൂടെയുള്ള പിള്ളേരുടെ ഭാവി കൂടെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ വിദ്യാഭ്യാസ രംഗത്തെ ഈ പ്രവണതകൾ പോകുന്നത്. ഇതിന് തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരവധി കാര്യങ്ങൾ കൊണ്ട് 2025 ഓരോ ദിവസവും കലുഷിതമായി പോകുന്ന അന്തരീക്ഷമാണ്. കൊലപാതകവും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം മൂലം ഇന്ന് ക്യാമ്പസുകളിലും മറ്റും നടക്കുന്ന പ്രവൃത്തികൾ ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കുവാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. മാതാപിതാക്കൾ അവരുടെ സ്വപ്നമാണ് ഓരോ കുട്ടികളെയും ഈ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. അവരുടെ കഴിവിനപ്പുറത്ത് ലോണും പണയം വെച്ചിട്ടാണ് ഈ കോളേജിലേക്കൊക്കെ വിടുന്നത്. അവരുടെ ആ സ്വപ്നങ്ങൾ തകർക്കുന്ന രീതിയിൽ ഈ വിദ്യാർത്ഥി സമൂഹം ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം, പിന്നെ നിരവധി ലഹരി വിരുദ്ധ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിനുകൾ ഇതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സന്നദ്ധ സംഘടനകളും അതുപോലെ സ്കൂളുകളിൽ PTA ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ
എത്രത്തോളം ഇത് ഫലം കാണുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. വരും നാളുകളിൽ ഇതുപോലെയുള്ള പ്രവർത്തികൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മാതാപിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ പോലും എന്തിന് പറഞ്ഞു വിടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന കേരളത്തിലെ നിയമ നടപടികൾ ശക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.